നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് റവന്യൂ ഡിവിഷണൽ ഓഫീസിന്റെ പുതിയ കെട്ടിടം പ്രവർത്തനം ആരംഭിച്ചു. മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. സർക്കാരിന്റെ മികച്ച പ്രവർത്തനങ്ങളിലൊന്നായി ജില്ലാതല പട്ടയമേള. വിതരണം ചെയ്തത് 1503 പട്ടയങ്ങൾ. ഡോക്ടർ എ അബ്ദുൽ സത്താർ രചിച്ച പുസ്തകം ധർമാസ്പത്രി ഞായറാഴ്ച പ്രകാശനം ചെയ്യും. തനിമ കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിലാണ് ചടങ്ങ്. ലോക നാളികേര ദിനത്തിൽ കാസർഗോഡ് CPCRI ആഭിമുഖ്യത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. പാചക തൊഴിലാളി യൂണിയൻ AITUC മാർച്ചും ധർണയും നടത്തി. കാസർഗോഡ് താലൂക്ക് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിഷേധമിരമ്പി. മഞ്ചേശ്വരം സ്റ്റേഷനിൽ വയോധികൻ ട്രെയിൻ തട്ടി മരിച്ചു. തമിഴ്നാട് സ്വദേശിയായ നജ്മുദ്ദീൻ ഖാദർ ബച്ചയാണ് മരണപ്പെട്ടത്. വാർത്തകൾ വിശദമായി. കാസർഗോഡ് റവന്യൂ ഡിവിഷണൽ ഓഫീസിന്റെ പുതിയ കെട്ടിടം പുലിക്കുന്നിൽ പ്രവർത്തനം ആരംഭിച്ചു. റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് റവന്യൂ ഡിവിഷണൽ ഓഫീസിന്റെ പുതിയ കെട്ടിടം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ പ്രൗഢമായ ചടങ്ങിൽ നാടിന് സമർപ്പിച്ചു. 1984 വരെ കാസർഗോഡ് റവന്യൂ ഡിവിഷണൽ ഓഫീസ് പ്രവർത്തിച്ചിരുന്നു. ജില്ല രൂപീകരിച്ചതു മുതൽ കളക്ട്രേറ്റിൽ പ്രവർത്തിച്ച കെട്ടിടം ജീർണാവസ്ഥയിലായതിനെ തുടർന്ന് പൊളിച്ച് അതേ സ്ഥാനത്ത് പുതിയ ഓഫീസ് നിർമ്മിക്കുകയായിരുന്നു. കോർട്ട് ഹാൾ, ആഡിയോ ചേംബർ, ഫ്രണ്ട് ഓഫീസ്, ഓഫീസ് സെക്ഷൻ, പൊതുജനങ്ങൾക്കുള്ള ശുചിമുറി, ജീവനക്കാർക്കുള്ള ശുചിമുറി, റെക്കോർഡ് റൂം, ഡൈനിങ് ഹാൾ, ആഡിയോ ക്യാമ്പ് ഓഫീസ് എന്നീ സൗകര്യങ്ങൾ ഉൾപ്പെടുന്നതാണ് പുതിയ ഓഫീസ് കെട്ടിടം. ഭിന്നശേഷി സൗഹൃദ സ്ഥാപനമാണ് പുതിയ RDO ഓഫീസ്. ഉദ്ഘാടന ചടങ്ങിൽ ജനപ്രതിനിധികളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നിയമങ്ങളും ചട്ടങ്ങളും സാധാരണക്കാരന് സഹായകമാവുന്ന വിധത്തിൽ ജീവനക്കാർ കൈകാര്യം ചെയ്യണമെന്നും നിയമങ്ങളിലെ കുരുക്കുകൾ കാട്ടി അവരെ ബുദ്ധിമുട്ടിക്കരുതെന്നും റവന്യൂ മന്ത്രി കെ രാജൻ. കാസർഗോഡ് റവന്യൂ ഡിവിഷണൽ ഓഫീസ് കെട്ടിടവും ജില്ലാതല പട്ടയമേളയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേരളപ്പിറവി ദിനത്തിൽ അതിദരിദ്രരില്ലാത്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി കേരളം മാറുമെന്നും 2026 ജനുവരിയോടെ കേരളത്തിലെ കുടിയാന്മാരുടെ പരാതികളും പ്രശ്നങ്ങളും പൂർണ്ണമായും തീർത്ത സംസ്ഥാനമായി കേരളം മാറുമെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു. യുണീക് തണ്ടപ്പേർ സംവിധാനം അവതരിപ്പിച്ചതോടെ വസ്തു വാങ്ങിക്കുന്ന ഉടമസ്ഥന്റെ ആധാറും തണ്ടപ്പേരും ലിങ്ക് ചെയ്യുകയാണ്. അതോടെ 15 ഏക്കറിലധികം ഭൂമി കൈവശമുള്ളവരെ എളുപ്പം കണ്ടെത്താൻ സാധിക്കും. പട്ടയമേളയിൽ വിതരണം ചെയ്യുന്ന 1503 പട്ടയങ്ങളിൽ 154 പട്ടയങ്ങൾ 1970 മുതൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന കൊറക വിഭാഗം ജനങ്ങൾക്കുള്ളതാണെന്നത് വളരെ സന്തോഷമുണ്ടെന്നും മന്ത്രി പറഞ്ഞു. റവന്യൂ ഉദ്യോഗസ്ഥന്മാരോട് വളരെ വിനയത്തോടെയും സ്നേഹത്തോടെയും ഒരു കാര്യം പറയുന്നുണ്ട്. കേരളത്തിൽ നിയമങ്ങളും ചട്ടങ്ങളും ഒരു സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യനെ എങ്ങനെ സഹായിക്കാൻ പറ്റും എന്ന് പറയാനുള്ള മാർഗദർശനങ്ങളായിട്ടുള്ള വഴികാട്ടികളാണ്. സാധാരണ അപേക്ഷയുമായി ഓഫീസിലെത്തുന്ന ആളുകളെ നല്ലതുപോലെ നമ്മളെല്ലാവരും കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നാണ് എൻ്റെ പ്രതീക്ഷ. പക്ഷേ അങ്ങനെ വരുന്ന സാധാരണക്കാരനായ ഒരു മനുഷ്യൻ കേരളത്തിലെ റവന്യൂ വകുപ്പ് പുറത്തിറക്കിയ 120ഓളം നിയമങ്ങളെക്കുറിച്ചോ അതിൻ്റെ ചട്ടങ്ങളെക്കുറിച്ചോ കോടതി വിധികളെക്കുറിച്ചോ ഒന്നും ധാരണ ഉണ്ടായി വരുന്ന ഒരാളായിരിക്കില്ല. അങ്ങനെ ഉണ്ടാകണം എന്നൊരു നിർബന്ധവുമില്ല. കാരണം ഭൂമിയുടെ അവകാശം ചോദിക്കുക മാത്രമാണ് അവൻ്റെ ശരി. അങ്ങനെ വരുന്നവരോട് അവൻ ആവശ്യപ്പെടുന്ന പ്രശ്നം നടപ്പിലാക്കാൻ ഈ ചട്ടത്തെയും നിയമത്തെയും എങ്ങനെ പോസിറ്റീവായി ഉപയോഗിക്കാം എന്നാണ് നാം നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ നിയമങ്ങളും ചട്ടങ്ങളും വരുന്നവനെ ആക്രമിക്കാൻ, ചെകുത്താനെ ആക്രമിക്കുന്ന കുരിശു പോലെ എടുത്തു പിടിക്കാനുള്ള ഒരു നടപടിക്രമവും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത്. NA നെല്ലിക്കുന്ന് MLA അധ്യക്ഷത വഹിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. MLA മാരായ E ചന്ദ്രശേഖരൻ, CH കുഞ്ഞമ്പു, AKM അഷ്റഫ്, നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം, വാർഡ് കൗൺസിലർ വിമല ശ്രീധരൻ, കളക്ടർ K ഇമ്പശേഖർ, RDO ബിനു ജോസഫ്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. ADMP അഖിൽ, തഹസിൽദാർമാർ, റവന്യൂ ഉദ്യോഗസ്ഥർ, സർവേ, പട്ടികവർഗ വികസന വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലാതല പട്ടയമേളയിൽ വിതരണം ചെയ്തത് 1503 പട്ടയങ്ങൾ. 1128 ലാൻഡ് ട്രിബ്യൂണൽ പട്ടയം, 309 LA പട്ടയം, വെള്ളരിക്കുണ്ട് താലൂക്കിൽ 60 വനഭൂമി പട്ടയം, 6 ദേവസ്വം പട്ടയം എന്നിങ്ങനെയായിരുന്നു പട്ടയ വിതരണം.
പട്ടയങ്ങൾ ലഭിച്ചതോടെ പലരുടെയും വർഷങ്ങളായുള്ള കാത്തിരിപ്പാണ് ഓണക്കാലത്ത് അവസാനിച്ചത്. ഈയൊരു പട്ടയമേള സാധാരണക്കാരെ ചേർത്ത് നിർത്തുകയും കരുതൽ നൽകുകയും ചെയ്യുന്ന സർക്കാരിന്റെ മികച്ച പ്രവർത്തനങ്ങളിലൊന്നായി മാറി. ഭൂമിയില്ലാത്തതും ഭൂമി നഷ്ടമായെന്ന് കരുതിയ ജില്ലയിലെ നിരവധി പേർക്ക് ആശ്വാസം നൽകുന്നതായി കാസർഗോഡ് ടൗൺ ഹാളിൽ നടന്ന ജില്ലാതല പട്ടയമേള. 1503 പട്ടയങ്ങളാണ് വിതരണം ചെയ്തത്. 1128 ലാൻഡ് ട്രിബ്യൂണൽ പട്ടയം, 309 LA പട്ടയം, വെള്ളരിക്കുണ്ട് താലൂക്കിൽ 60 വനഭൂമി പട്ടയം, 6 ദേവസ്വം പട്ടയം എന്നിങ്ങനെയായിരുന്നു പട്ടയ വിതരണം. LA പട്ടയം ഇനത്തിൽ മഞ്ചേശ്വരം താലൂക്കിൽ 81, കാസർഗോഡ് 120, ഹോസ്ദുർഗ് 51, വെള്ളരിക്കുണ്ട് താലൂക്കിൽ 57 പട്ടയങ്ങളുമാണ് വിതരണം ചെയ്തത്. വീട് ഉൾപ്പെടുന്ന 20 സെന്റ് സ്ഥലത്തെ കൈവശാവകാശ രേഖ പണ്ടെങ്ങോ നഷ്ടപ്പെട്ടതോടെ അർഹതപ്പെട്ട അവകാശങ്ങൾ പോലും ലഭ്യമാകാതിരുന്ന നീർച്ചാൽ വില്ലേജിലെ മാടത്തടുക്ക കൊറക ഉന്നതിയിലെ 76കാരി ചെനിയാറുവിന്റെ കുടുംബത്തിന് പട്ടയം ലഭിച്ചത് വലിയ ആശ്വാസമായി മാറി. കളക്ടർ ഇമ്പശേഖറിന്റെ നേതൃത്വത്തിൽ കൊറക വിഭാഗങ്ങളിൽപ്പെട്ട ജനങ്ങളുടെ നഷ്ടപ്പെട്ട ഭൂരേഖകൾ ലഭ്യമാക്കുന്നതിനും സാങ്കേതിക തടസ്സങ്ങൾ നീക്കുന്നതിനും ആവിഷ്കരിച്ച ഓപ്പറേഷൻ സ്മൈലിലൂടെയാണ് ചെനിയാറുവിന് പട്ടയം ലഭിച്ചത്. എനിക്ക് ఎల్పోర్చోతో ఆవు ఎల్పావు అంద అజ్పత అయినావు అండ ఎంక పట్టే ఒర తిక్కిండవు పజితి పోతుండు కండని ఇప్పునగా అవు పూర పజితి పోతు ఇత్త పిరప్ప ಒಂಜೆ പട്ട ഇജ്ജന്റെ അഞ്ച് പണ്ട് കിടപ്പുക. പട്ടയങ്ങൾ ലഭിച്ചതോടെ പലരുടെയും വർഷങ്ങളായുള്ള കാത്തിരിപ്പാണ് അവസാനിച്ചത്. ഓണക്കാലത്ത് തന്നെ പട്ടയം ലഭിച്ചതിൽ പലരും സന്തോഷം പങ്കുവച്ചു. ഞങ്ങൾക്ക് ആദ്യമായിട്ട് കിട്ടിയത് പട്ട. പിന്നെ എൻ്റെ അച്ഛനമ്മേനൊന്നും പട്ട ഉണ്ടായിട്ട് ഞങ്ങൾക്കായിട്ട് തന്നെ പുതിയതായിട്ട് തന്നെ കിട്ടിയത്. അതിൻ്റെ ഒരു സന്തോഷം എന്തായാലും ഉണ്ട്. ഞങ്ങൾക്ക് അച്ഛൻ്റെ അമ്മേൻ്റെ ഒന്ന് പറയാനൊന്നും ഉണ്ടായിട്ട്, അപ്പം ഞങ്ങളെ പിള്ളേർക്ക് അങ്ങനെ ഉണ്ടാവരുത് എന്നിട്ട് ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞങ്ങൾക്കിത് കിട്ടിയതുകൊണ്ട് ഒരു സന്തോഷമുണ്ട്. 14 വർഷത്തോളമായി ഭൂമി പാസ്സായിട്ട്. ഇപ്പം 3 വർഷം കൊണ്ട് ഓരോ ഘട്ടം ഘട്ടമായിട്ട് വിളിപ്പിക്കുന്നുണ്ട്. ഓരോ കള്ളാസും കാര്യങ്ങളെല്ലാം കിട്ടാൻ തുടങ്ങി. ഇന്നിപ്പം അതിൻ്റെ പട്ടയ വിതരണത്തിന് വന്നു. പട്ടയം കൈപ്പറ്റി. ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് 15 വർഷമായി. 15 വർഷമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം മുമ്പ് തന്നെ ഞങ്ങൾ അപേക്ഷ കൊടുത്തതാണ്. ഇപ്പോൾ 15 വർഷം ഈ സെപ്റ്റംബർ 16 വന്നാൽ ഞങ്ങൾക്ക് 15 വർഷം പൂർത്തിയായിരിക്കും. അതിൻ്റെ ഒരു സന്തോഷം ഈ ഓണക്കാലത്ത് ഞങ്ങൾക്ക് പട്ടയം കിട്ടിയതിൽ വളരെ സന്തോഷം. ഇത്രയും കാലത്തിന് ശേഷം കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. കാസർഗോഡ് നടന്ന ഈയൊരു പട്ടയമേള സാധാരണക്കാരെ ചേർത്ത് നിർത്തുകയും കരുതൽ നൽകുകയും ചെയ്യുന്ന സർക്കാരിന്റെ മികച്ച പ്രവർത്തനങ്ങളിലൊന്നായി മാറി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡിന്റെ ജനകീയ ഡോക്ടറും കാസർഗോട്ടെ സാമൂഹിക സാംസ്കാരിക സാഹിത്യ മേഖലകളിലെ സജീവ സാന്നിധ്യവുമായ ഡോക്ടർ A അബ്ദുൽ സത്താർ രചിച്ച 5ാമത് പുസ്തകം ധർമാസ്പത്രി ഈ മാസം 7 ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് പ്രകാശനം ചെയ്യും. തനിമ കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിലാണ് പുസ്തക പ്രകാശന ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ ഡോക്ടർ NP ഹാഫീസ് മുഹമ്മദ് മഞ്ചേശ്വരം MLA AK അഷ്റഫിന് ആദ്യ കോപ്പി നൽകി ധർമാസ്പത്രിയുടെ പ്രകാശന കർമ്മം നിർവഹിക്കും. മാധ്യമപ്രവർത്തകൻ റഹ്മാൻ തായിലങ്ങാടി ആമുഖ പ്രഭാഷണവും എഴുത്തുകാരൻ P സുറ പുസ്തക പരിചയവും നടത്തും. KJ ജോണി അധ്യക്ഷത വഹിക്കും. ചടങ്ങിൽ തനിമ കലാസാഹിത്യവേദി പ്രസിഡന്റ് അബു ത്വായി സ്വാഗതം ആശംസിച്ച് സംസാരിക്കും. മുനിസിപ്പൽ ചെയർമാൻ അബ്ബാസ് ബീഗം, ഡോക്ടർ B നാരായണ നായിക്, KA ബക്കർ, അഷ്റഫ് അലി ചേരങ്കൈ, സുലേഖ മാഹിൻ, വേണു കണ്ണൻ, ഡോക്ടർ സാബിദ് റഹ്മാൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും. ഡോക്ടർ A അബ്ദുൽ സത്താർ മറുപടി രേഖപ്പെടുത്തും. റഹ്മാൻ മുട്ടത്തൊടി നന്ദി പറയും. പുസ്തകത്തിന് അവതാരിക എഴുതിയത് പ്രശസ്ത സാഹിത്യകാരൻ ഡോക്ടർ അംബികാസുധൻ മാങ്ങാടാണ്. ഇല്ലുസ്ട്രേഷനും കവർ ചിത്രവും വരച്ചത് ചിത്രകാരൻ വേണു കണ്ണനാണ്. കറന്റ് ബുക്സ് തൃശൂരാണ് പ്രസാധകർ. ഡോക്ടർ സത്താറിന്റെ മുൻപ് പ്രസിദ്ധീകരിച്ച കൃതികളായ പുലർക്കാല കാഴ്ചകൾ, ആരോഗ്യത്തിലേക്ക് തുറക്കുന്ന വാതിൽ, യാത്രകൾ, അനുഭവങ്ങൾ, ഓർമ്മകൾ പെയ്യുന്ന ഇടവഴികൾ എന്നിവ ഏറെ ചർച്ച ചെയ്യപ്പെട്ട പുസ്തകങ്ങളാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ലോക നാളികേര ദിനത്തിൽ കാസർഗോഡ് CPCRI ആഭിമുഖ്യത്തിൽ ദേശീയമായും ആഗോളമായും നാളികേര മേഖലയെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ശില്പശാല സംഘടിപ്പിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു.
ലോക നാളികേര ദിനത്തിൽ കാസർഗോഡ് CPCRI ആഭിമുഖ്യത്തിൽ കാലാവസ്ഥാ പ്രതിരോധശേഷിയുള്ളതും സുസ്ഥിരവുമായ ഭാവിക്കായി നാളികേര ജീൻ ബാങ്കുകൾ ശക്തിപ്പെടുത്തുക എന്ന വിഷയത്തിൽ അന്താരാഷ്ട്ര ശില്പശാല സംഘടിപ്പിച്ചു. പരിപാടിയിൽ 25ഓളം അന്താരാഷ്ട്ര പ്രതിനിധികളും പ്രമുഖ ശാസ്ത്രജ്ഞർ, ഗവേഷകർ, നയവിദഗ്ധർ എന്നിവരുൾപ്പെടെ 50 ഇന്ത്യൻ പ്രതിനിധികളും ഒത്തുചേർന്നു. കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ അഭിമാന സ്തംഭമായി മാറിയിരിക്കുന്നു കാസർഗോഡ് നിലകൊള്ളുന്ന CPCRI എന്ന സ്ഥാപനം. വളരെ അഭിമാനകരമായ നേട്ടങ്ങൾ കൊയ്തെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് കാസർഗോഡ് CPCRI. നമുക്കറിയാം, ഈ നാളികേരം ഇനിയും കൂടുതൽ വിദേശ രാജ്യങ്ങളിലേക്ക് ഇതിൻ്റെ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ കയറ്റിയേക്കാം. കൽപ്പവൃക്ഷത്തിൻ്റെ ഒരു സാധനം പോലും ഉപയോഗശൂന്യമായിട്ടില്ല. തെങ്ങെന്ന് പറയുമ്പോൾ പല കഴിഞ്ഞാൽ പിന്നെ ഒറ്റത്തടി വൃക്ഷം നാളികേരം മാത്രമാണ്. നാളികേരത്തിൻ്റെ തടി ഫർണിച്ചറിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ വേരുകൾക്ക് പല ഉപയോഗമുണ്ട്. അപ്പോൾ വേര് തൊട്ട് തലവരെ എല്ലാ ഭാഗങ്ങളും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. CPCRI ഡയറക്ടർ ഡോക്ടർ KB ഹെബ്ബാർ അധ്യക്ഷത വഹിച്ചു. ICC ഡയറക്ടർ ജനറൽ ഡോക്ടർ ജൽഫിന C. അലൗ, സൗത്ത് ടെക്നിക്കൽ കോർപ്പറേഷൻ ഡയറക്ടർ അംബാസഡർ ഡിയർ നൂർബിൻറ്റോറോ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. ന്യൂഡൽഹിയിലെ ICARലെ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ഡോക്ടർ സഞ്ജയ് കുമാർ സിംഗ് പരിപാടിയിൽ സംബന്ധിച്ചു. ഇന്തോനേഷ്യ, കോട്ട് ഡി ഐവയർ, ബ്രസീൽ, പാപ്പുവ ന്യൂ ഗിനിയ, ശ്രീലങ്ക, ഫിലിപ്പീൻസ്, മലേഷ്യ, ജമൈക്ക, ഓസ്ട്രേലിയ, ഇറ്റലി, ജർമ്മനി, ഫ്രാൻസ്, സമോവ, തായ്ലൻഡ് എന്നീ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള പങ്കാളികൾ ശില്പശാലയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കൂലി നിഷേധത്തിനെതിരെ സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ AITUC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ കാസർഗോഡ് താലൂക്ക് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിലും ധർണയിലും തൊഴിലാളികളുടെ പ്രതിഷേധമിരമ്പി. സമരം AITUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് KV കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ സ്കൂൾ പാചക തൊഴിലാളികൾക്ക് വേതനവും മറ്റ് ആനുകൂല്യ നിഷേധത്തിനുമെതിരെ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരത്തിന്റെ ഭാഗമായാണ് സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ AITUC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ കാസർഗോഡ് താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. നിരവധി പേർ മാർച്ചിൽ അണിനിരന്നു. സമരം AITUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് KV കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഓണം പടിവാതിക്കലെത്തിയിട്ടും തൊഴിലാളികളുടെ വേതനവും മറ്റ് ആനുകൂല്യങ്ങളും തടഞ്ഞുവെച്ച സർക്കാർ നിലപാട് അംഗീകരിക്കാനാവില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. മറ്റെല്ലാ മേഖലയിലുള്ളവർക്കും ആനുകൂല്യങ്ങൾ നൽകുമ്പോൾ നടുവണിഞ്ഞ് പണിയെടുക്കുന്ന തൊഴിലാളികളെ മറക്കുന്ന നിലപാട് ഇടതുപക്ഷ നയമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വളരെ പ്രയാസപ്പെട്ടിട്ടാണ് തൊഴിലെടുക്കുന്നത്. മറ്റൊന്നും ഞങ്ങൾ പറയുന്നില്ല. അവരെ തൊഴിലാളികളായി അംഗീകരിക്കണം. അവർക്ക് കൃത്യമായി വേതനം നൽകണം. ഗവൺമെന്റ് വർദ്ധിപ്പിക്കുന്നില്ല എന്നത് മറ്റൊരു വിഷയം. തീരുമാനിച്ച വേതനം പോലും കേന്ദ്ര ഗവൺമെന്റിന്റെ കിട്ടുന്ന വിഹിതം കിട്ടുന്നില്ല എന്നതാണ് സ്വാഭാവികമായും സംസ്ഥാനത്തെ പലപ്പോഴായി ഉത്തരവാദപ്പെട്ടവർ പറയുന്നത്. അത് കിട്ടുന്നില്ല, ശരിയാണ്. എന്നാൽ കൊടുക്കുന്നത് അതുകൂടി ഉൾപ്പെടുത്തി സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുന്നതല്ലോ. ഇപ്പൊ ഈ ജൂലൈ മാസം ശമ്പളം കൊടുത്തു. കേന്ദ്ര ഗവൺമെന്റിന്റെ വിഹിതമായ 1000 രൂപ മാറ്റിവെച്ചുകൊണ്ടാണ് തൊഴിലാളികൾക്ക് ശമ്പളം കൊടുത്തത്. അതെങ്കിലും കൃത്യമായി കൊടുക്കണ്ടേ? യൂണിയൻ ജില്ലാ പ്രസിഡന്റ് K. ചന്ദ്രശേഖരൻ സ്വാഗതം പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റി അംഗം ദുർഗേശ്വരി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി മുകേഷ് ബാലകൃഷ്ണൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് റീന C, ജോയിന്റ് സെക്രട്ടറി രേവതി രവികുമാർ, അഷ്കർ കടവത്ത് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കൗമാര കലാമാമാങ്കത്തിന്റെ ഉപജില്ലാതല മത്സരങ്ങൾക്ക് വേദിയാകുന്ന കുട്ടമത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചെറുവത്തൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവ ലോഗോ പുറത്തിറക്കി. പ്രമുഖ സിനിമ ടൈറ്റിൽ ഡിസൈനർ ബാലൻ പാലായി ലോഗോ പ്രകാശനം ചെയ്തു. നവംബർ 1 മുതൽ 6 വരെ കുട്ടമത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ചെറുവത്തൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം സിനിമ ടൈറ്റിൽ ഡിസൈനർ ബാലൻ പാലായി നിർവഹിച്ചു. PTA പ്രസിഡന്റ് MKV രാജേഷ് അധ്യക്ഷത വഹിച്ചു. സ്കൂളിലെ +1 സയൻസ് വിദ്യാർത്ഥിനിയും സിനിമ സീരിയൽ താരവുമായ ധനലക്ഷ്മി ചടങ്ങിൽ വിശിഷ്ടാതിഥിയായിരുന്നു. പ്രധാനാധ്യാപകൻ K. കൃഷ്ണൻ, പഞ്ചായത്ത് അംഗം P. വസന്ത, TV ബീന, K. രാജീവൻ, P. പ്രദീപൻ, M. മോഹനൻ എന്നിവർ സംസാരിച്ചു. നിരവധി എൻട്രികളിൽ നിന്ന് അജിത് കുമാർ ഭീമനടി തയ്യാറാക്കിയ ലോഗോ ആണ് കലോത്സവത്തിന് തിരഞ്ഞെടുത്തത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മഞ്ചേശ്വരം സ്റ്റേഷനിൽ വയോധികൻ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ. തമിഴ്നാട് സ്വദേശിയായ നജ്മുദ്ദീൻ ഖാദർ ബച്ചയാണ് മരണപ്പെട്ടത്.
മഞ്ചേശ്വരം സ്റ്റേഷനിൽ വയോധികനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. മരണപ്പെട്ടത് തമിഴ്നാട് സ്വദേശിയായ നജ്മുദ്ദീൻ ഖാദർ ബച്ച എന്നയാളാണെന്ന് പിന്നീട് തിരിച്ചറിഞ്ഞു. തിങ്കളാഴ്ച വൈകുന്നേരം 5:40 അപകടം. കാസർഗോഡ് നിന്ന് മംഗളൂരു ഭാഗത്തേക്ക് പോകുന്ന എഗ്മോർ ട്രെയിനിൽ മഞ്ചേശ്വരം സ്റ്റേഷനിൽ ഇറങ്ങി റെയിൽവേ ട്രാക്ക് മുറിച്ച് കടക്കുന്നതിനിടെ മംഗളൂരുവിൽ നിന്ന് കാസർഗോഡ് ഭാഗത്തേക്ക് വന്ന മാവേലി ട്രെയിൻ ഇടിക്കുകയായിരുന്നു. റെയിൽവേ പോലീസും മഞ്ചേശ്വരം പോലീസും സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചു. അബ്ദുറഹ്മാനുദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. വൈവിധ്യമാർന്ന പരിപാടികളോടെ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS നേതൃത്വത്തിൽ ഓണം ആഘോഷിച്ചു. ടൗണിലെ കൂലേരി ഗവൺമെന്റ് LP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടികൾ പഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ അംഗങ്ങൾക്കായി സ്പൂൺ വിത്ത് ലെമൺ, നടത്ത മത്സരം, ഹാറ്റ് പാസിംഗ്, മ്യൂസിക്കൽ ചെയർ തുടങ്ങി നിരവധി മത്സരങ്ങൾ നടന്നു. CDS ഭരണസമിതി അംഗങ്ങളുടെയും സപ്പോർട്ടിംഗ് സ്റ്റാഫ് അംഗങ്ങളുടെയും ഓണപ്പാട്ട്, തിരുവാതിര, ഒപ്പന എന്നിവയും ഹരിത കർമ്മസേന അംഗങ്ങളുടെ വിവിധ പരിപാടികളും അരങ്ങേറി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. മാവേലി തമ്പുരാൻ ഭരിച്ചിരുന്നുവെന്നും അക്കാലത്ത് കളവില്ല, ചതിയില്ല, അതുപോലെ വഞ്ചനയില്ല, പരദോഷം വളരില്ല, അങ്ങനെ ഒന്നുമില്ലാത്തൊരു കാലഘട്ടം, ഐശ്വര്യപൂർണമായ ഒരു കാലഘട്ടമുണ്ടായിരുന്നു എന്നും ആ കാലഘട്ടത്തിന്റെ ആവേശം ഉൾക്കൊണ്ടുള്ള വർത്തമാന കാലഘട്ടത്തിലും അതുപോലെ ഭാവി കാലങ്ങളിലും കെട്ടിപ്പടുക്കാൻ ആവശ്യമായ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഓരോ ഓണാഘോഷവും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EM ആനന്ദവല്ലി ഭദ്രദീപം കൊളുത്തി. കുടുംബശ്രീ CDS അധ്യക്ഷ M മാലതി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M മനു, കുടുംബശ്രീ മെമ്പർ സെക്രട്ടറി CA സിബി ജോർജ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EM ആനന്ദവല്ലി, സ്ഥിരം സമിതി അധ്യക്ഷൻ ഷംസുദ്ദീൻ IT, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം C ചന്ദ്രമതി, പഞ്ചായത്ത് അംഗം KM ഫരീദ BV, ആസൂത്രണ സമിതി അംഗം KV രാഘവൻ മാസ്റ്റർ, CDS ഉപാധ്യക്ഷ M ഖൈറുനിസ, T ശ്യാമള എന്നിവർ സംസാരിച്ചു. സമൃദ്ധമായ ഓണസദ്യയും നടന്നു. നേരത്തെ ഗ്രാമപഞ്ചായത്ത് പരിസരത്ത് നിന്ന് മാവേലി തമ്പുരാന്റെയും വാദ്യഘോഷങ്ങളുടെയും അകമ്പടിയോടെ ഘോഷയാത്രയും നടന്നു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കേരള വ്യാപാരി ഏകോപന സമിതി മഞ്ചേശ്വരം യൂണിറ്റിന്റെ വാർഷിക യോഗം മഞ്ചേശ്വരം വ്യാപാരി ഭവനിൽ നടന്നു. ജില്ലാ പ്രസിഡന്റ് അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി ഏകോപന സമിതി മഞ്ചേശ്വരം യൂണിറ്റിന്റെ വാർഷിക യോഗം മഞ്ചേശ്വരം വ്യാപാരി ഭവനിൽ ജില്ലാ പ്രസിഡന്റ് അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു. സംഘടനാ പ്രസിഡന്റ് ബഷീർ കനില അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മരണപ്പെട്ട വ്യാപാരികളുടെ കുടുംബങ്ങൾക്ക് 4 ലക്ഷം രൂപയുടെ ധനസഹായം മഞ്ചേശ്വരം MLA AKM അഷ്റഫ് വിതരണം ചെയ്തു. ഭരണകർത്താക്കൾക്ക് മുമ്പിൽ പോലും ചില വിഷയങ്ങൾ വന്നപ്പോൾ പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള കേരളത്തിലെ നമ്പർ 1 സംഘടിത ശക്തിയാക്കി മാറ്റിയത് T നസീറുദ്ദീനെ പോലെയുള്ള വ്യക്തിത്വങ്ങളായിരുന്നു എന്നുള്ളത് നമ്മൾ അറിയാവുന്ന കാര്യമാണ്. ഇവിടെ നിങ്ങൾക്കറിയാം, വ്യാപാരികൾ എന്ന് പറയുമ്പോൾ കാലം ഒരുപാട് മാറി, വ്യാപാര മേഖലയിലും മാറ്റങ്ങൾ വന്നു. ജില്ലാ വ്യാപാരി ഭവൻ ഏർപ്പെടുത്തിയ ഭാഗ്യ കൂപ്പൺ നറുക്കെടുപ്പ് മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സമീന ടീച്ചർ നിർവഹിച്ചു. വ്യാപാരികളുടെ മക്കളായ പ്രതിഭാധനരായ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന പണവും അവാർഡുകളും മഞ്ചേശ്വരം ജനമൈത്രി പോലീസ് വിതരണം ചെയ്തു. ദയാനന്ദ് ബംഗേര, സത്യജിത്ത്, ഹമീദ് ഹോസങ്കടി, സുദർശൻ, ഐസക് മഞ്ചേശ്വരം, വാടങ്കം രാധ, സായിപ്പുള്ള, കുമുദ, നാസർ മിൽമ തുടങ്ങിയവർ സംസാരിച്ചു. അബ്ദുറഹ്മാനുദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. അരി എരത്ത് മുണ്ട്യ ദേവാലയം പുനഃപ്രതിഷ്ഠാ കളിയാട്ട ഉത്സവം ഫണ്ട് ഉദ്ഘാടനം നടന്നു. ദേവാലയം ഹാളിൽ നടന്ന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് P ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. 14 വർഷങ്ങൾക്ക് ശേഷം അരയി ഏരത്ത് മുണ്ട്യ ദേവാലയത്തിൽ നവംബർ 30 മുതൽ ഡിസംബർ 5 വരെ നടക്കുന്ന പുനഃപ്രതിഷ്ഠാ കളിയാട്ട മഹോത്സവത്തിന്റെ വിജയത്തിനായി ഫണ്ട് ശേഖരണ ഉദ്ഘാടനം നടന്നു. ദേവാലയം ഹാളിൽ നടന്ന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് P ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം പ്രവാസി കൂട്ടായ്മ ആദ്യ ഫണ്ട് കൈമാറി. ഐശ്വര്യകുമാരൻ ഫണ്ട് ഏറ്റുവാങ്ങി. തുടർന്ന് വിവിധ ക്ഷേത്ര പ്രതിനിധികൾ, വ്യക്തികളും ഫണ്ട് കൈമാറി. ആഘോഷ കമ്മിറ്റി ചെയർമാൻ ഐശ്വര്യകുമാരൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൌൺസിലർ KV മായാകുമാരി, പൊതുപ്രവർത്തകരായ ദാമോദര പണിക്കർ, CK വത്സലൻ, ഗോപാലകൃഷ്ണ പണിക്കർ മടിക്കെ, EV സുധാകരൻ, ക്ഷേത്രം മന്ദിത്തിരിയൻ KV അശോകൻ, ജനറൽ കൺവീനർ T ദിനേശൻ, ക്ഷേത്രം പ്രസിഡന്റ് M കുമാരൻ എന്നിവർ സംസാരിച്ചു. സാമ്പത്തിക കമ്മിറ്റി ചെയർമാൻ എഞ്ചിനീയർ പവിത്രൻ ഞാണിക്കടവ് സ്വാഗതവും വർക്കിംഗ് ചെയർമാൻ A കൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മടിക്കൈ ആലമ്പാടി നന്ദപുരം ശ്രീ ഗോപാലകൃഷ്ണ ക്ഷേത്രം ക്ഷേത്ര നിർമ്മാണം പാതകം വയ്ക്കൽ കർമ്മം നടന്നു.
സ്വാമി പൂജനീയ സ്വാമി വിവിക്താനന്ദ സരസ്വതിയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങ് നടന്നത്. മടിക്കൈ ആലമ്പാടി നന്ദപുരം ശ്രീ ഗോപാലകൃഷ്ണ ക്ഷേത്രം ക്ഷേത്ര നിർമ്മാണം പാതുകം വെക്കൽ ചടങ്ങാണ് നടന്നത്. സ്വാമി പൂജനീയ സ്വാമി വിവിക്താനന്ദ സരസ്വതിയെ ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു. ക്ഷേത്രം തന്ത്രി ആലടിയിലത്തെ ബ്രഹ്മശ്രീ മാധവ പട്ടേരിയുടെയും ക്ഷേത്ര പുനരുദ്ധാരണ സമിതി ചെയർമാൻ ബ്രഹ്മശ്രീ പത്മനാഭ പട്ടേരിയുടെയും ക്ഷേത്ര കോയ്മയുടെയും ആചാരസ്ഥാനികളുടെയും മഹനീയ സാന്നിധ്യത്തിൽ പൂജനീയ സ്വാമി വിവിക്താനന്ദ സരസ്വതിയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങ് നടന്നത്. തുടർന്ന് സ്വാമി വിവിക്താനന്ദ സരസ്വതി അനുഗ്രഹ ഭാഷണം നടത്തി. ചെയർമാൻ ബ്രഹ്മശ്രീ പത്മനാഭ പട്ടേരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച് സംസാരിച്ചു. ക്ഷേത്രം പുനരുദ്ധാരണ സമിതി ജനറൽ കൺവീനർ മധു എം സ്വാഗതവും എരൂൽ കൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മടിയൻ കേക്കടവൻ തറവാട് മേൽമാട് നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കമായി. കുറ്റിയടിക്കൽ ചടങ്ങ് നടന്നു. യാദവ തറവാടുകളിൽ പ്രസിദ്ധമായ മടിയൻ കേക്കടവൻ വീട് തറവാട് മേൽമാട് നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള കുറ്റിയടിക്കൽ ചടങ്ങും നിധിശേഖരണത്തിനും തുടക്കമായി. തറവാട്ടംഗങ്ങളുടെ കൂട്ടപ്രാർത്ഥനയ്ക്ക് ശേഷം നടന്ന കുറ്റിയടിക്കൽ ചടങ്ങിന് ചാലങ്കാൽ ചെക്യാർപ്പ് ശശിധരൻ ആചാരി കാർമ്മികത്വം വഹിച്ചു. കീഴൂർ മൊയ്തീൻ കുഞ്ഞി എഞ്ചിനീയറുടേതാണ് മേൽമാടിന്റെ രൂപകൽപ്പന. കുറ്റിയടിക്കൽ ചടങ്ങിനു ശേഷം തറവാട്ടിൽ നടന്ന പൊതുയോഗത്തിൽ നിധിശേഖരണത്തിന് തുടക്കമായി. തറവാട്ടിലെ ഗോപാലൻ ഭണ്ഡാരിയച്ചൻ തറവാട് അംഗങ്ങളിൽ നിന്നും തുക ശേഖരിച്ചുകൊണ്ട് നിധിശേഖരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തറവാട് പ്രസിഡന്റ് കെ രവിവർമ്മൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. മാതൃസമിതി പ്രസിഡന്റ് കല്യാണി പെരിയ, കൂക്കൽ ബാലകൃഷ്ണൻ, കൂക്കൽ രാഘവൻ, ഗണേശൻ വെള്ളരിക്കുണ്ട്, കെ വി നാരായണൻ കാരക്കുഴി, നാരായണൻ അള്ളംകോട് എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി ശിവപ്രസാദ് ഇരിയ സ്വാഗതവും ട്രഷറർ സാവിത്രി മടിയൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് റവന്യൂ ഡിവിഷണൽ ഓഫീസിന്റെ പുതിയ കെട്ടിടം പ്രവർത്തനം ആരംഭിച്ചു. മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. സർക്കാരിന്റെ മികച്ച പ്രവർത്തനങ്ങളിലൊന്നായി ജില്ലാതല പട്ടയമേള. വിതരണം ചെയ്തത് 1503 പട്ടയങ്ങൾ. ഡോക്ടർ എ അബ്ദുൽ സത്താർ രചിച്ച പുസ്തകം ധർമാസ്പത്രി ഞായറാഴ്ച പ്രകാശനം ചെയ്യും. തനിമ കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിലാണ് ചടങ്ങ്. ലോക നാളികേര ദിനത്തിൽ കാസർഗോഡ് CPCRI ആഭിമുഖ്യത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. പാചക തൊഴിലാളി യൂണിയൻ AITUC മാർച്ചും ധർണയും നടത്തി. കാസർഗോഡ് താലൂക്ക് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിഷേധമിരമ്പി. മഞ്ചേശ്വരം സ്റ്റേഷനിൽ വയോധികൻ ട്രെയിൻ തട്ടി മരിച്ചു. തമിഴ്നാട് സ്വദേശിയായ നജ്മുദ്ദീൻ ഖാദർ ബച്ചയാണ് മരണപ്പെട്ടത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.